ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് മൽമുള. പ്രധാന വാർത്തകൾ. വീടുകളിൽ മോഷണം നടത്തി വന്ന 2-അംഗ സംഘത്തെ അഞ്ചൽ പോലീസ് വലയിലാക്കി. മോഷണ സാധനങ്ങൾ ചാക്കിലാക്കി കടക്കുന്ന സമയത്താണ് പിടികൂടിയത്.
കോൺഗ്രസ് ബിയുടെ ശക്തി പ്രകടനം പത്തനാപുരത്ത്. വെള്ളാപ്പള്ളി BJP-യിൽ ചേർന്നാലും BJP വെള്ളാപ്പള്ളിയിൽ ചേർന്നാലും ദോഷമല്ലാതെ ഗുണമില്ലെന്ന് ആർ ബാലകൃഷ്ണപിള്ള. വിവാദമായ തെന്മല പോലീസ് സ്റ്റേഷൻ ആര്യങ്കാവിലേക്ക് മാറ്റിയാൽ എല്ലാവിധ സാഹചര്യവും ഒരുക്കുമെന്ന് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. വീടുകളിൽ കയറി മോഷണം നടത്തിയ രണ്ടംഗ സംഘം അഞ്ചൽ പോലീസിന്റെ പിടിയിലായി. അറസ്റ്റിലായത് പനയഞ്ചേരി സ്വദേശി രാജേന്ദ്രപിള്ളയും അഗസ്ത്യക്കോട് സ്വദേശി സുരേഷ് ബാബുവുമാണ്. വാർഡുകളിൽ കടന്നുകയറി മോഷണം നടത്തിയ രണ്ടംഗ സംഘത്തെ പോലീസ് പിടികൂടി. അഞ്ചൽ പനയഞ്ചേരിയിലുള്ള ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത സാധനങ്ങളുമായാണ് ഇവർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒറ്റത്തെങ്ങിൽ വെച്ച് പോലീസിന്റെ പിടിയിലായത്. പനയഞ്ചേരി ക്ഷേത്രത്തിന് സമീപമുള്ള വീടിന്റെ ഓട് പൊളിച്ചാണ് മോഷണം നടത്തിയത്. പോലീസിന്റെ നൈറ്റ് പട്രോളിംഗിനിടെയാണ് മോഷ്ടാക്കളെ കണ്ടത്. ചാക്കുകെട്ടുമായി പോവുകയായിരുന്ന മോഷ്ടാക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത്. ചാക്കുകെട്ടിൽ ഉരുളി, നിലവിളക്ക് മുതലായവയാണ് ഉണ്ടായിരുന്നത്. മോഷ്ടിച്ച സാധനങ്ങൾ അഞ്ചൽ പുനലൂർ റോഡിലുള്ള ആക്രിക്കടയിലാണ് ഇവർ വിറ്റിരുന്നത്. പനയഞ്ചേരി തറത്തിവിള വീട്ടിൽ രാജേന്ദ്രപിള്ള, അഗസ്ത്യക്കോട് താമസക്കാരനായ സുരേഷ് ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെ വീട്ടിന് 1 മണിക്ക് മോഷണ സാധനങ്ങളുമായിട്ട് കള്ളർ രാജു എന്ന് പറയുന്ന രാജേന്ദ്രപിള്ള എന്നാണ് പേര്, പിന്നെ ഒരു സുരേഷ്, ഇവർ രണ്ടുപേരും മോഷണ സാധനമായിട്ട് ഇന്നലെ ഒറ്റത്തെങ്ങെന്ന് സംഭവിച്ചിട്ട് അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിൽ ഇവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പനയഞ്ചേരിയിലുള്ള അരിയെന്നുള്ള വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. ഓടുകൂടി ചേർത്തിറങ്ങിയിട്ട് ഇവരിവിടെയുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിക്കലാണ് ഇവരുടെ രീതി. ഈ രീതിയിൽ തന്നെ പല മോഷണങ്ങളും മുമ്പ് നടത്തിയിട്ടുണ്ട് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. SI S സതീഷ് കുമാർ, ASI വിജയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീകുമാർ, മോഹൻകുമാർ എന്നിവരാണ് മോഷ്ടാക്കളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓസോൺ ദിനാഘോഷത്തിന്റെ ജില്ലാതല പരിപാടി ചിത്രയിൽ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ തുമ്പമൺതുടി രാജൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ തുമ്പമൺതുടി രാജൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇത്തിക്കരയാറ് ഒഴുകി പോകുന്നു. അതിന് മുകളിലൂടെ ഒറ്റത്തടി പാലം മാത്രം, ഒരു നൂലിലൂടെ, ഒരു ചാണലിലൂടെ കുട്ടികൾ കയറി പോകുന്ന ഒരു അവസ്ഥയാണ് നേരിട്ട് കാണുന്നത്. ആ അവസ്ഥ പലപ്പോഴും കാല് വഴുതിയാൽ ആറ്റിൽ വീഴുന്ന ഒരവസ്ഥ. അതിനൊരു പരിഹാരം കാണണം. അവരുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ്. പലപ്പോഴും ഇത്തിക്കരയാറിൽ വെള്ളം ഒഴുകിയാൽ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയാത്തത്. എന്റെ വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നേരിട്ടുണ്ട്. അവർക്ക് വീട് വേണം, കിണറുകൾ വേണം, കക്കൂസുകളുടെ മറ്റു ആനുകൂല്യങ്ങളൊക്കെ വേണം. 25-30 വർഷത്തിന് മുൻപേ കണ്ട് ആരോ ഒരാൾ അവിടെ എന്തോ ഒരു ആനുകൂല്യം കൊടുത്തതല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല. ഹെഡ് മിസ്ട്രസ് ബീന ബീവി അധ്യക്ഷത വഹിച്ചു. എക്കോ ക്ലബ് കോർഡിനേറ്റർ S സജീവ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ പ്രദേശത്തെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ ഏറ്റവും മികച്ച അടുക്കളത്തോട്ടം നിർമ്മിച്ചവരെ ആദരിച്ചു. എക്കോ ക്ലബ് ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കുമാർ, KJ അലോഷ്യസ്, TK ജേക്കബ്, അബ്ദുൽ കലാം ആസാദ്, SCERTC റിസർച്ച് ഓഫീസർ ഡോക്ടർ ചിത്ര, വിജയൻ, S സേവ്യർ, KS സുമതി, N ഗോപാലകൃഷ്ണപിള്ള, N സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ചിതറ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിൽ 12 എണ്ണത്തിൽ മത്സരിക്കുന്നത് വനിതകൾ. കേരളത്തിലെ ആദ്യ വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സുമതി സുകുമാരൻ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്താണ് ചിതറ ഗ്രാമപഞ്ചായത്ത്. 23 വാർഡുകളുള്ള ചിതറ ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്ക് മുൻതൂക്കം. 2 SC ജനറൽ സീറ്റ് ഉൾപ്പെടെ 11 വാർഡുകൾ ജനറൽ വിഭാഗത്തിലാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വനിതാ സംവരണമാണ്. കേരളത്തിലെ ആദ്യ വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സുമതി സുകുമാരൻ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്താണ് ചിതറ ഗ്രാമപഞ്ചായത്ത്. ഐരക്കുഴി, വളവുപച്ച, മടത്തറ, ചക്കമല, കിളത്തട്ട്, കുറക്കോട്, കനകമല, മാങ്കോട്, മുതയിൽ, ഇരപ്പിൽ, മുള്ളിക്കാട് വാർഡുകളിൽ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. അരിപ്പ, കൂവക്കാട് വാർഡുകളിൽ SC വിഭാഗം വനിതകൾ മത്സരിക്കും. കഴിഞ്ഞ തവണ ജനറൽ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന പല വാർഡുകളും ഇത്തവണ വനിതാ സംവരണത്തിൽ ഉൾപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചേലക്കോട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കൃഷി ആരംഭിച്ചു. 50 സെന്റ് കരഭൂമിയിലാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. പാട്ടത്തിനെടുത്ത 50 സെന്റ് കരഭൂമിയിലാണ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾ ജൈവ കൃഷി ഉൽപാദനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. 2ാം ഘട്ടത്തിൽ വീടുകളിലെ ടെറസുകൾ കേന്ദ്രീകരിച്ച് കൃഷി ചെയ്യാനാണ് തീരുമാനം. അസോസിയേഷനിലെ കുടുംബങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറി സ്വയം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് പാട്ടത്തിനെടുത്ത ഭൂമിയിലും ടെറസുകളിലും കൃഷി ആരംഭിക്കുന്നത്. ഗാന്ധി ജയന്തി ദിനത്തിൽ നടന്ന ജൈവ പച്ചക്കറി ഉൽപാദനത്തിന്റെ നടീൽ ഉദ്ഘാടനം അസോസിയേഷൻ രക്ഷാധികാരി ഫാദർ KV പോൾ നിർവഹിച്ചു. നമ്മൾ തന്നെ നമുക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെയും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വെച്ചുപിടിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഈ വലിയ ദുരന്തം, ഈ വിഷം നമ്മുടെ അകത്തേക്ക് ചെന്നിട്ട് ധാരാളം അസുഖങ്ങൾ ബാധിക്കുന്ന ആ വലിയ ദുരന്തത്തെ നിവാരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും.
നമ്മുടെ അടുക്കളത്തോട്ടങ്ങൾ നമ്മുടെ ചുറ്റുപാടും വെച്ചുപിടിപ്പിച്ച് ഈ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പ്രത്യേകിച്ച് ഈ റെസിഡൻസ് അസോസിയേഷൻകാർ കാണിച്ച നല്ല മാതൃകാപരമായ കാര്യം ഏവരും പിന്തുടരുവാനും ഇതിൽ നിന്നും നല്ല പാഠം ഉൾക്കൊള്ളുവാനും സാധിക്കട്ടെ എന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി. MP ഖനി റാവുത്തർ, ഫസലുദ്ദീൻ സാഹിബ്, അജയകുമാർ നന്ദനം, രാജൻ കൃഷ്ണകൃപ, കുഞ്ഞുകുഞ്ഞ്, ESM ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ കാക്കാകുന്ന് അംഗൻവാടിയിൽ വയോജന ദിനം സംഘടിപ്പിച്ചു. മുല്ലക്കര രത്നാകരൻ MLA ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ചിതറ കാക്കാങ്കുന്ന് അംഗനവാടിയിൽ വയോജന ദിനം ആചരിച്ചു. മുല്ലക്കര രത്നാകരൻ MLA വയോജന ദിനം ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പത്തെക്കാൾ ഒരുപാട് നന്മയുള്ള ജീവിതമാണ് ഒരു വാർദ്ധക്യ ജീവിതം. വൃദ്ധരെന്ന് പറയുന്നത് ദൈവത്തിന് പ്രിയപ്പെട്ടവർ, ദൈവത്തേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വൃദ്ധര്. ദൈവത്തോട് അടുത്തു നിന്ന് അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബാല്യത്തിൽ നിന്നാണ്. ബാല്യത്തിൽ നിന്ന് ഇങ്ങനെ വളർന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അകലമാണ്. ഇത് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് യേശുവിലാണ്. അവസാനം വാർദ്ധക്യം എത്തുമ്പോഴാണ് ദൈവത്തോട് അടുക്കുന്നത്. വയോജന ദിന ക്ലബിന്റെ 1ാം വാർഷികവും ഗാന്ധി ജയന്തിയും വയോജന ദിനം ഒന്നിച്ച് വർണ്ണാഭവുമായി ആഘോഷിക്കാൻ പ്രദേശവാസികൾ ഒന്നടങ്കം സ്ഥലത്ത് എത്തിച്ചേർന്നു. ലീന ഓമനദേവൻ അധ്യക്ഷത വഹിച്ചു. അംഗനവാടി ടീച്ചർ പ്രഭ സ്വാഗതം പറഞ്ഞു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രദേശത്തെ ഏറ്റവും മുതിർന്ന വ്യക്തികളെ മുല്ലക്കര രത്നാകരൻ MLA പൊന്നാട അണിയിച്ചു ആദരിച്ചു. നമ്മുടെ ബഹുമാന്യനായ MLA പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. SC/SC സംസ്ഥാന സെക്രട്ടറി വിജയമ്മ, ജില്ലാ സെക്രട്ടറി P ശശിധരൻ നായർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ റാവുത്തർ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് AA ലത്തീഫ്, സെക്രട്ടറി ഹരിദാസ് എന്നിവർ ചടങ്ങുകൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗുഡ്. ASL ട്രേഡേഴ്സ്, അലിമുക്ക്, പുനലൂർ. കോൺടാക്ട് 9846504688 70250 നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL ട്രേഡേഴ്സ് വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL ട്രേഡേഴ്സ്, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി എന്നും. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. വി ഓഫർ എ ന്യൂ ലൈഫ് സ്റ്റൈൽ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. ഫോൺ 0475220357 9745201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം.
ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. രണ്ടാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. മൂന്നാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. നാലാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. അഞ്ചാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. ആറാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ് പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. ഓദർ ആൻഡ് ഫിനിഷർ വർഷിപ്പ് സെന്ററിൽ നിൽക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ. പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതിമത സഭ വ്യത്യാസമന്യേ ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 9605061422 9744674066. കേരള കോൺഗ്രസ് പിയുടെ ശക്തി പ്രകടനവും പൊതുസമ്മേളനവും പത്തനാപുരത്ത് സംഘടിപ്പിച്ചു. UDF-ലും കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് പുറത്തുപോയവർക്കും ശക്തമായ താക്കീതായിരുന്നു റാലിയും സമ്മേളനവും.
നാമമാത്രമായ നേതാക്കളുടെ കൂടുമാറ്റം തങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ബി അവകാശപ്പെട്ടു. കേരള കോൺഗ്രസ് ബിയുടെ അവകാശവാദത്തെ ബലപ്പെടുത്തുന്ന ബഹുജന റാലിയും പൊതുസമ്മേളനവുമാണ് പത്തനാപുരത്ത് നടന്നത്. നേതാക്കളിൽ ചിലർ പോയെങ്കിലും തങ്ങളുടെ അംഗബലത്തിന് യാതൊരു ശോഷണവും സംഭവിച്ചിട്ടില്ലെന്ന് കാട്ടിക്കൊടുക്കാനുള്ള ശ്രമമാണ് കേരള കോൺഗ്രസ് ബി പത്തനാപുരം നഗരത്തിൽ നടത്തിയത്. ഒപ്പം ചിലർക്കുള്ള മറുപടിയും മധുരമായ പ്രതികാരവുമായി ചടങ്ങു മാറി. കേരള കോൺഗ്രസ് ബി പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടുക്കുന്നു ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. വാദ്യമേളങ്ങളും താളമേളങ്ങളും പ്രൗഢമായ ബഹുജന റാലിക്ക് മികവേകി. നടുക്കുന്നു ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി ജില്ലാ അതിർത്തിയായ കല്ലിൻകടവിലെത്തി തിരികെ സമ്മേളന നഗരിയായ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ശക്തമായ തിരിച്ചുവരവിനുള്ള വിളംബരമായി പ്രകടനവും പൊതുസമ്മേളനവും മാറി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വെള്ളാപ്പള്ളി ബി.ജെ.പിയിൽ ചേർന്നാലും ബി.ജെ.പി. വെള്ളാപ്പള്ളിയിൽ ചേർന്നാലും രണ്ടു കൂട്ടർക്കും ദോഷമല്ലാതെ ഗുണമുണ്ടാകില്ലെന്ന് ആർ. ബാലകൃഷ്ണപിള്ള. പത്തനാപുരത്ത് കേരള കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാർ അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണെന്നും ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട ഭരണകൂടമാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും ആർ. ബാലകൃഷ്ണപിള്ള പറഞ്ഞു. മന്ത്രി ജയലക്ഷ്മി ഒഴികെ മറ്റെല്ലാവരും അഴിമതിയുടെ കാര്യത്തിൽ ഒന്നാമതെത്താൻ പരസ്പരം മത്സരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജയലക്ഷ്മി എന്നൊരു മന്ത്രി ഒഴിച്ച് എല്ലാ മന്ത്രിമാരായ തെണ്ടികളും ആവശ്യം പോലെ കാശ് വാങ്ങിച്ചു. ആവശ്യം പോലെ വാങ്ങിക്കുന്നതിനെ പറ്റിയല്ലേ പറയാൻ പറ്റുന്നു. പണം മേടിക്കുന്നതിനെ കുറിച്ച് പിന്നെ തെണ്ടി എന്നല്ല എന്തോ പറയുന്നത്. ഞാനാണ് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞത് KM മാണി 1 കോടി രൂപ വാങ്ങിച്ചതിന് തെളിവെന്റെ കൈവശം കൊണ്ട് തരാമെന്ന്. ഉമ്മൻചാണ്ടി പറയാൻ പറ്റുമോ? പുള്ളിയും കൂടെ ചേർന്നെറ്റോ കച്ചവടം അവിടല്ലേ നടക്കുന്നത്. വെള്ളാപ്പള്ളി ബി.ജെ.പിയിൽ ചേർന്നാലും ബി.ജെ.പി. വെള്ളാപ്പള്ളിയിൽ ചേർന്നാലും രണ്ടു കൂട്ടർക്കും ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തിരുവനന്തപുരത്തെ ഒരുപറ്റം പ്രമാണിമാരായ നായന്മാരായിരുന്നു ബി.ജെ.പിയുടെ ശക്തിയെന്നും വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിയതോടെ അതുകൂടി ഇല്ലാതായതായും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ചാതുർവർണ്ണ്യം വേണമെന്നും സംവരണം വേണ്ടെന്നും പറയുന്ന ബി.ജെ.പിയെ ഉൾക്കൊള്ളാൻ ഈഴവർക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് അദ്ദേഹം ചോദിച്ചു. കഴിഞ്ഞ 30 കൊല്ലമായി ഗാന്ധി നേടിത്തന്നതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും ലഭിച്ച ആനുകൂല്യങ്ങൾ റദ്ദ് ചെയ്യണം എന്ന് പറയുന്ന മോഹൻ ഭഗത് നിർദ്ദേശിക്കുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരായ ഇവർ എത്തുന്നത് ഇവിടെയാ. കിട്ടാൻ പോകുന്ന ഇതൊക്കെയാ. ആരുടെങ്കിലും പുറകെ ആട്ടിൻകൂട്ടത്തെ അടിച്ചുകൊണ്ടു പോകുന്ന പോലെ പോയാൽ ഉണ്ടാകാവുന്ന അപകടം അവർക്ക് തന്നെ. കൈവിട്ടാൽ പിന്നെ രക്ഷയില്ല. തിരുവനന്തപുരത്ത് ഈ ശല്യം ഉണ്ടാകില്ല. കുറെ നായന്മാരാ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് ആർക്കാ വോട്ട് ചെയ്തെന്നൊക്കെ ഞങ്ങൾ നാളെ പറയാം, അത് വേറെ കാര്യം. ഇനി അവരുടെ വോട്ട് കിട്ടുകയില്ല, ഇനി അവരുടെ വോട്ടില്ല. കാരണം ഇതൊന്നും അവരംഗീകരിക്കും. തിരുവനന്തപുരത്തെ കുറച്ച് പ്രമാണിമാരാണല്ലോ അവിടുത്തെ നായന്മാർ, അവരംഗീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അത് ഇത്തവണത്തെ കോർപ്പറേഷൻ, പഞ്ചായത്ത്, മുനിസിപ്പൽ ഇലക്ഷനിൽ കേരളത്തിൽ കാണാൻ പോവുക. ഇടതുമുന്നണിയെ അധികാരത്തിൽ ഏറ്റിയ ശേഷമേ കേരള കോൺഗ്രസ് ബിക്ക് ഇനി വിശ്രമമുള്ളൂവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നാടിന്റെ താല്പര്യത്തിന് വേണ്ടി ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അഴിമതിക്കെതിരായി ഈ രാജ്യത്തെ പാവപ്പെട്ടവന് വേണ്ടി നിൽക്കുന്നുവെന്ന് ബോധ്യമുള്ള ഇടതുപക്ഷ മുന്നണിയെ പിന്താങ്ങാനും അതോടൊപ്പം പോകാനും പാർട്ടി തീരുമാനിച്ചു. ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയല്ല. ഈ മുന്നോട്ടുള്ള പടയോട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ, പത്തനാപുരത്ത് മാത്രമല്ല ഇന്നലെ ഞാൻ ഇടുക്കിയിൽ പറഞ്ഞു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഇടതുപക്ഷ മുന്നണി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുത്തിക്കഴിഞ്ഞ് കേരള കോൺഗ്രസിന്റെ പോരാട്ടം അവസാനിപ്പിക്കും. കേരള കോൺഗ്രസിൽ നിന്നും പുറത്തുപോയ നേതാക്കൾക്കെതിരെ രൂക്ഷമായ ആക്ഷേപങ്ങളാണ് ബാലകൃഷ്ണപിള്ള നടത്തിയത്. കെ.ബി. ഗണേഷ് കുമാർ MLA മുഖ്യപ്രഭാഷണം നടത്തി. അഴിമതിക്കെതിരെ പ്രതികരിച്ചതിനാണ് UDF തങ്ങൾ അനഭിമതരായതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. അഴിമതി ആരോപണം പറഞ്ഞതിന്റെ പേരിൽ, അഴിമതി ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ, അഴിമതി ഉണ്ടെന്ന് തെളിവോടുകൂടി ഹാജരാക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്നെ UDF നിന്ന് പുറത്താക്കിയെങ്കിൽ സന്തോഷം എന്നാണ് പറഞ്ഞ മറുപടി. ഞാൻ ആരോടും ആലോചിക്കാതെ പറഞ്ഞാണ് അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ കഴിയുകയില്ല. ഇവിടെ എന്താണ് കാണുന്നത്? അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ്. KM മാണിയുടെ അഴിമതി അന്വേഷിച്ചത് അഴിമതിയാണെന്നും അതിന് നടപടിയെടുക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ തിരുവനന്തപുരത്തെ ഫ്ളാറ്റ് സമുച്ചയം, ആർടെക്കിന്റെ ഫ്ളാറ്റ് സമുച്ചയം പണിയുന്നിടത്ത് സർക്കാർ ഭൂമി കയ്യേറിയ ഫ്ളാറ്റ് ഉടമയിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന് ലോകായുക്തയിൽ റിപ്പോർട്ട് കൊടുത്തതിന് സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ IG ആയിരുന്ന ശ്രീ ജേക്കബ് തോമസിനെ അപമാനിച്ച് ഷെഡിൽ കയറ്റി.
നിയോജകമണ്ഡലം പ്രസിഡന്റ് നെടുവന്നൂർ സുനിൽ അധ്യക്ഷത വഹിച്ചു. റിയാസ് മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു. ജില്ലാ പ്രസിഡന്റ് പൊടിയൻ വർഗീസ്, കരിക്കത്തിൽ തങ്കപ്പൻപിള്ള, VJ വിജയകുമാർ, MB ഗോപിനാഥപിള്ള, ശരണ്യ മനോജ്, യൂത്ത് ഫ്രണ്ട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇടത്തറ ഷാജി, MT ബാബ, നസീമ ഷാജഹാൻ, ഫാരദ് റഹീം, ഏലിയാമ്മ ടീച്ചർ, അജയൻ, അമ്പിളി ദാസപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള കോൺഗ്രസ് ബിയിൽ നിന്നും JSSൽ നിന്നും രാജിവെച്ച് RSPയിൽ ചേർന്നവർക്ക് സ്വീകരണവും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. RSP പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ചേക്കേറുന്ന മുന്നണി ദുർബലപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രതിഭാസമായി മാത്രമേ വിലയിരുത്താൻ കഴിയൂ. ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയുടെ നേതൃത്വത്തിലുള്ള 1.5 വർഷം പിന്നിടുന്ന കേന്ദ്രത്തിലെ NDA ഗവൺമെന്റ് രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ പിഴുതെറിഞ്ഞുകൊണ്ടാണ് ഈ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അരുവിക്കരയിലെ വെല്ലുവിളി ഐക്യജനാധിപത്യ മുന്നണി ഏറ്റെടുത്തില്ലേ? അരുവിക്കരയിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി RSPയുടെ കൂടി പിന്തുണയോടുകൂടി RSPയുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് അരുവിക്കരയിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ബി നിയോജകമണ്ഡലം സെക്രട്ടറിയും മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ MS അബ്ദുൾ അസീസ്, KTUCB നേതാവ് നിസാർ പത്തനാപുരം, ഉദയൻ ആമ്പാടി, NCP സംസ്ഥാന കമ്മിറ്റി അംഗം അഷ്റഫ്, സജി നടുക്കുന്ന് തുടങ്ങിയ നേതാക്കളും 300ഓളം പ്രവർത്തകരുമാണ് RSPയിൽ ചേർന്നത്. കേരള കോൺഗ്രസ് ബി, JSS, NCP തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ചവരാണ് RSPയിൽ അംഗത്വം നേടിയതെന്ന് നേതാക്കൾ പറഞ്ഞു. RSP ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് K തോമസ്, കുരീപ്പുഴ മോഹനൻ, CC വിജയൻ, T ഉണ്ണികൃഷ്ണൻ, സിസിലി, പാങ്ങോട് സുരേഷ്, സുകുമാരൻ, സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിവാദമായ തെന്മല പോലീസ് സ്റ്റേഷൻ ആര്യങ്കാവിലേക്ക് മാറ്റണമെന്ന് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്ര സലീം ആവശ്യപ്പെടുന്നു. പോലീസ് സ്റ്റേഷന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നൽകുമെന്നും മാമ്പഴത്ര സലീം പറഞ്ഞു. തെന്മല പോലീസ് സ്റ്റേഷൻ മാറ്റുന്നത് സംബന്ധിച്ച് നടക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സലീമിന്റെ പ്രതികരണം. ആര്യങ്കാവിൽ ആഭ്യന്തര വകുപ്പിന്റെ പേരിലുള്ള 55 സെന്റ് സ്ഥലത്തേക്ക് പോലീസ് സ്റ്റേഷൻ മാറ്റാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നൽകുമെന്നും അദ്ദേഹം ലൈവ് വാർത്തയോട് പറഞ്ഞു. ആര്യങ്കാവ് ഔട്ട് പോസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന 56 സെന്റ് പുരയിടത്തിൽ ആ സ്ഥലത്ത് അത് ഹോം ഡിപ്പാർട്ട്മെന്റ് വകയാണ്. അവിടത്തേക്ക് പോലീസ് സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കുന്നതിനും തെന്മല ഔട്ട് പോസ്റ്റ് സംവിധാനം നിലനിർത്തിക്കൊണ്ട് എന്നേക്കുമായി ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതാണ് ആര്യങ്കാവ് പഞ്ചായത്തിന്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട എൻ്റെ അഭിപ്രായം. അതിനാവശ്യമായ നിലപാടുകൾ പോലീസുമായി ഞങ്ങൾ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് 2 ദിവസത്തിനകം ആ ഭൂമി വൃത്തിയാക്കുന്നതിനും ഹോം ഡിപ്പാർട്ട്മെന്റ് അധികാരികൾ അവിടെ വന്ന് പരിശോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ബന്ധപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനും അവർക്ക് ക്വാർട്ടേഴ്സിന് വേണ്ടി വന്നാൽ സ്ഥലം സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതിന് പഞ്ചായത്ത് തയ്യാറാണ്. ആ നിലയിലേക്ക് എന്നേക്കുമായി ഈ തെന്മല പോലീസ് സ്റ്റേഷന്റെ വിവാദം അവസാനിപ്പിക്കണമെന്നാണ് ആര്യങ്കാവിലെ ജനങ്ങളുടെ ആഗ്രഹം. അതനുസരിച്ച് ഒരു ബോർഡർ എന്ന നിലയിൽ ആര്യങ്കാവിലാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അയ്യപ്പ ക്ഷേത്രങ്ങൾ എല്ലാം ഉള്ള സൗകര്യമുള്ള പ്രദേശത്ത് അവിടെയാണ് യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷന്റെ ആവശ്യകത കൂടുതലുള്ളതും. അവിടത്തേക്ക് മാറ്റാനുള്ള നടപടി ബന്ധപ്പെട്ട ഹോം ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണമെന്നാണ് ആര്യങ്കാവ് പഞ്ചായത്ത് സമിതിയുടെ. പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ആര്യങ്കാവെന്നും ഇതിനായി വരും ദിവസങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് സ്ഥലത്തെ കാട് വെട്ടി വൃത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം.
Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം KO Abraham Building, പത്തനാപുരം. Phone 9947 697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. പത്തടി PPTM LP സ്കൂളിൽ പുതുതായി അനുവദിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ നിർവഹിച്ചു. 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പത്തടി PTPM LP സ്കൂളിൽ KN ബാലഗോപാൽ MPയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനമാണ് സംഘടിപ്പിച്ചത്. നിർമ്മാണം പൂർത്തിയായ പാചകപ്പുരയുടെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ നിർവഹിച്ചു. സാധാരണ സ്കൂളുകളിലെ പാചക മുറിയും അതുപോലെ കുട്ടികളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന സ്ഥലങ്ങളുമൊക്കെ നല്ല വൃത്തിയായും മനോഹരമായും സൂക്ഷിക്കുക എന്ന് പറയുന്നത് പല സ്കൂളിലും നടക്കാത്ത ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. പ്രഥമ പരിഗണന അതിനാണ് നൽകേണ്ടത്. ആ പ്രഥമ പരിഗണന നൽകേണ്ടതിനാണ് പലയിടത്തും അവഗണന കാണുകയും ചെയ്യും. അതിൽ ഒരു പ്രശ്നത്തിനെന്ന് പരിഹാരം കണ്ടിരിക്കുന്നു. പാചകപ്പുര വന്ന് നോക്കിയാൽ ആരും 10 മാർക്ക് നമുക്ക് അധികം തരുന്ന ഒരു നിലയിലാണ് നിൽക്കുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് J പത്മൻ അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് അനു വർഗീസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ ചന്ദ്രമോഹൻ, ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK സോമശേഖരപിള്ള, അഞ്ചൽ BPO K വിജയകുമാരി, വാർഡ് മെമ്പർ ദുനൂബ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പത്തടി സുലൈമാൻ, ബദറുദ്ദീൻ, M നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. AIYF ചിതറ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാഗ്രതാ സദസ്സും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. മുല്ലക്കര രത്നാകരൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. AIYF ചിതറ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാഗ്രതാ സദസ്സും പ്രതിഭാ സംഘവും സംഘടിപ്പിച്ചു. ഗാന്ധി മുതൽ കൽബുർഗി വരെ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം മുല്ലക്കര രത്നാകരൻ MLA നിർവഹിച്ചു. ബുദ്ധന് ശേഷം ലോകത്തേക്ക് ആധുനിക ഭാരതം സംഭാവന ചെയ്ത ഏറ്റവും വലിയ മനുഷ്യൻ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ ഒരു കാര്യം അദ്ദേഹം ജീവിതാവസാനം വരെ വിനയം കൊണ്ട് നടന്നു എന്നതാണ്. അദ്ദേഹം പുത്തനായി ഒന്നും കണ്ടുപിടിച്ചതായി നാടിനോട് പറഞ്ഞിട്ടില്ല. സത്യാഗ്രഹമൊക്കെ സത്യത്തിൽ അദ്ദേഹമാണ് ഇന്ത്യൻ ദർശനങ്ങളിൽ നിന്ന് കണ്ടെടുത്തൊരു സമരരൂപമായി അവതരിപ്പിച്ചത്. അതും അദ്ദേഹത്തിൻ്റെതാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഭഗവത്ഗീതയിൽ നിന്നും രാമായണത്തിൽ നിന്നും മറ്റു പുസ്തകങ്ങളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമാണ് അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയെടുത്തതെല്ലാം കണ്ടെത്തിയതെന്ന് പറയാനുള്ള വിനയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ ആധുനിക കാലം മഹാത്മാഗാന്ധിയുടെ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു കക്കൂസ് ഉണ്ടാക്കിയാൽ പോലും ഒരു ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരു കാലത്താണ് ഇന്നത്തെ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത്. ഗാന്ധി അതൊന്നും ഗാന്ധിയുടേതായി തന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ലക്ഷണമൊത്ത
ജീവിത പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന് ഗാന്ധി ജീവിതത്തിലൂടെ കാണിച്ചു തന്നു എന്നതാണ് ഗാന്ധിയുടെ പ്രത്യേകത. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ശബരിനാഥ് അധ്യക്ഷത വഹിച്ചു. AIYF ജില്ലാ കമ്മിറ്റി അംഗം ബിനോയ് S. നായർ സ്വാഗതം പറഞ്ഞു. SSLC +2 പരീക്ഷയിൽ പ്രദേശത്തെ സ്കൂളിൽ നിന്നും ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. ഇക്കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ ഇംഗ്ലീഷ് കവിതാരാജന്റെ രചനയിൽ അടുത്തത് അഭിനവ് US CPI കടക്കൽ മണ്ഡലം സെക്രട്ടറി S. ബുഹാരി, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ കണ്ണങ്കോട് സുധാകരൻ, മടത്ര അനിൽ, CPI മടത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശുഭകുമാർ, AIYF മണ്ഡലം പ്രസിഡന്റ് ബിനോയ് തോമസ്, AESF ചിത്ര വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി വൈശാഖ്, പ്രസിഡന്റ് സന്തോഷ്, AIYF ചിത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സോണി, നിതീഷ് ചാണപ്പാറ, CP ജസിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കഴിയണമെന്ന് KB ഗണേഷ് കുമാർ MLA. പത്തനാപുരം UITയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയാത്തത് കൊണ്ടാണ് എഞ്ചിനീയറിംഗ് കോളേജ് നടന്നുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഈ പ്രൊഫഷണൽ കോളേജ് കയറി കഴിയുമ്പോൾ കൂട്ടാ കുടിക്കുക, ഹരിക്കുക, കുറയ്ക്കുക, ഈ ബുക്കിൽ അടിച്ചേക്കുന്ന സാധനമുണ്ട്. ഇതിന്റെ കാണാവടിക്കലും ഇതിന്റെ പ്രയോഗമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നും ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാകാത്തത് നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് പഠിച്ച കാര്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനാണ് ശാസ്ത്രജ്ഞൻ. ഐൻസ്റ്റീനും ലൂയി പാസ്റ്ററും മേരി ക്യൂറി അടക്കമുള്ള എല്ലാ സയന്റിസ്റ്റുകളുടെയും ജീവിതം എടുത്ത് പഠിക്കണം. അവര് പ്രാഥമിക വിദ്യാഭ്യാസം, ഡിഗ്രി, ഇങ്ങനെ കാര്യങ്ങൾ എടുത്തിട്ട് അവർ പ്രൊഫസർമാരായിട്ടൊക്കെ ചേരുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് അവർ പഠിച്ചതിൽ നിന്നും അതിന്റെ പുറത്തേക്ക് കുറെ കാര്യങ്ങൾ പണിതുയർത്തുകയാണ്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭ്യമായാൽ മാത്രമേ ഏറ്റവും നല്ല തലമുറ വളർന്നുവരികയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമാണ് ഇപ്പോഴുള്ളതെന്നും ഉയർന്ന മാർക്ക് വാങ്ങിയതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും ഉന്നത മൂല്യങ്ങൾ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാൻ കഴിയണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. പത്തനാപുരം UITയിൽ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അദ്ദേഹം പുരസ്കാരം നൽകി അനുമോദിച്ചു. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്യാമ്പസ് സെലക്ഷനിലൂടെ വിപ്രോയിൽ ജോലി കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. UIT പ്രിൻസിപ്പൽ പ്രൊഫസർ സുധാകരൻ പിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PTA സെക്രട്ടറി J. ഗീത, PTA വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻ നായർ, വിവേകാനന്ദ സ്റ്റഡി സർക്കിൾ കോഓർഡിനേറ്റർ ശ്രീന G. നായർ, NSS പ്രോഗ്രാം ഓഫീസർ U. ഫെബിൻ, വിദ്യാർത്ഥി പ്രതിനിധികളായ മുഹസീന അയൂബ്, സേതു സോമൻ, വിമൻസ് സെൽ കോഓർഡിനേറ്റർ S. തങ്കം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീടുകളിൽ മോഷണം നടത്തി വന്ന 2-അംഗ സംഘത്തെ അഞ്ചൽ പോലീസ് വലയിലാക്കി. മോഷണ സാധനങ്ങൾ ചാക്കിലാക്കി കടക്കുന്ന സമയത്താണ് പിടികൂടിയത്. കേരള കോൺഗ്രസ് പിയുടെ ശക്തിപ്രകടനം പത്തനാപുരത്ത്. വെള്ളാപ്പള്ളി BJPയിൽ ചേർന്നാലും BJP വെള്ളാപ്പള്ളിയിൽ ചേർന്നാലും ദോഷമല്ലാതെ ഗുണമില്ലെന്ന് R. ബാലകൃഷ്ണപിള്ള. വിവാദമായ തെന്മല പോലീസ് സ്റ്റേഷൻ ആര്യങ്കാവിലേക്ക് മാറ്റിയാൽ എല്ലാവിധ സാഹചര്യവും ഒരുക്കുമെന്ന് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.